ഹായ് ഓൾ, ഞാൻ നീതു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് ഞാനിടുന്ന ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. നാട്ടിലെ വ്ളോഗ് കുറേ പെൻഡിങ് ഉണ്ട്, അതൊക്കെ വഴിയെ അപ്ലോഡ് ആവും കേട്ടോ. കുറച്ചൊരു ബ്രേക്ക് വന്നതിന് ഒരു ചെറിയൊരു റീസൺ ഉണ്ട്. എനിക്ക് കണ്ണിന് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ഇൻഫെക്ഷനൊക്കെ വന്ന്, അപ്പോൾ ഒരുപാട് നമ്മൾ കണ്ണ് സ്ട്രെയിൻ ചെയ്യരുതല്ലോ. അപ്പോൾ ഡോക്ടർ കാണിക്കേണ്ടി വന്നില്ല, കാരണം ഞാൻ ടീർ ഡ്രോപ്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും വാങ്ങിയില്ല, കാരണം നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ വീക്കെൻഡ് ആയപ്പോഴേക്കും, നെക്സ്റ്റ് വീക്കെൻഡ് ആയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക വീക്കെൻഡിൽ. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കുള്ളൂ. അതിപ്പോൾ പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. നാട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ആയിരിക്കും നമ്മൾ പോവുക. അപ്പോൾ പിന്നെ പുറത്ത് പോകാനുണ്ടാവും, കുറേ നമ്മുടെ റിലേറ്റീവ്സിനെ കാണാനുണ്ടാവും. അല്ലാതെ കുറേ നമ്മളിങ്ങനെ കുറേ വിഷ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും പോവുക. അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ, അങ്ങനെ കുറേ തിരക്കുകളുണ്ടാവും. അങ്ങനെ സംഭവബഹുലമായിട്ടായിരിക്കുമല്ലോ എല്ലാവരുടെയും ദിവസങ്ങൾ കടന്നു പോവുക. പക്ഷേ ഈ ദിവസങ്ങൾ പോകുന്നത് നമ്മൾ ഒട്ടും അറിയുമില്ല. പടപടാന്ന് ദിവസങ്ങൾ അങ്ങനെ പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പെൻഡിങ്ങിൽ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് സമാധാനിക്കും. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ പതിയെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ആ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോവാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചയ്ക്ക് അപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണിത്. ഞാൻ പൊങ്കൽ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പൊങ്കൽ ഉണ്ടാക്കുന്നതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകണം, അങ്ങനെയാണ് പ്ലാൻ. കാരണം നമ്മൾക്ക് വീക്കെൻഡിൽ എന്തായാലും ഒന്ന് പുറത്തിറങ്ങും. വേറൊന്നുമല്ല, നമ്മൾ നാട്ടിലാവുമ്പം നമുക്ക് വീട്ടിലാരെങ്കിലുമൊക്കെ വേറെ ഉണ്ടാവും, നമ്മൾ പുറത്തോട്ട് ഇറങ്ങും, അയൽപക്കത്തെ ആരെങ്കിലും കാണും, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പം ഞാനും ഷൈച്ചേട്ടനും പാറുവും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങളുടെ ഈ മുഖങ്ങൾ മാത്രമാണ് ഞങ്ങൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷൈച്ചേട്ടൻ ഓഫീസിൽ പോകുമ്പോൾ കൊളീഗ്സിനെയൊക്കെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പാറുവിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവുക, അതൊക്കെയാണ് എൻ്റെ ഒരു പരിപാടികൾ. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ ആയിട്ടാണ് ഇപ്പം ഞാൻ അങ്ങ് പോകുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് സംസാരിക്കാനും അങ്ങനെ ഒന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ വീക്കെൻഡിലെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു സുഖം ഉണ്ടാവില്ല. അതിപ്പം പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ നേച്ചറായിട്ടൊരു കണക്ഷനോ ഒന്നും വരില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ. അപ്പം ഞാനാണെങ്കിലും വീട്ടിൽ തന്നെ കുറച്ച് മുറ്റത്തും ഒക്കെ നടന്നൊക്കെ അങ്ങനെ ഒരു നമ്മൾ ചെറുതിലെ വളർന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് വരുന്നത്. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇപ്പം അഡ്ജസ്റ്റായി, എന്നാൽ പോലും നമുക്ക് വീക്കെൻഡിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി പുറത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് മനസ്സൊന്ന് റിഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു സുഖമാണ് കേട്ടോ. ബ്രെഡ് ഓംലെറ്റ് അമ്മയ്ക്ക് തരാതെ പാറ് കഴിച്ചില്ലേ? ആ, അത് തന്നെ. ജ്യൂസ് കുടിച്ചില്ലേ നീ അമ്മയ്ക്ക് തരാതെ? ആ, അമ്മയ്ക്ക് തന്നില്ലല്ലോ. അമ്മേനെ വിളിച്ചോ പാറു? ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പാറുവിന് ആടിനെ കാണണം. അതായത് ഇവിടെ താഴെ തന്നെ കുറച്ച് ആടുകൾ അവർ വളർത്തുന്നുണ്ട്. ഇനി ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ചുണ്ട്, അപ്പോൾ നല്ല രസം കാണാനായിട്ട്. അപ്പോൾ അതിനെ ഫീഡ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ പറ്റും. അവിടെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അച്ഛനും മോളും കൂടെ അതൊക്കെ കണ്ട് പയ്യാണ് മുകളിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ട്രോളിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ അവർ അപ്പം വിശന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ ഒരു മലയാളീസിൻ്റെ ഷോപ്പാട്ടോ. അവിടെ ബ്രെഡ് ഓംലെറ്റും ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാറുവിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു നഴ്സറിയിലേക്കാണ് വന്നത്. ചെടികളൊന്നും വാങ്ങിക്കാനായിരുന്നില്ല വന്നത്. എനിക്ക് കുറച്ച് മണ്ണ് വേണമായിരുന്നു. നമ്മൾ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് മണ്ണൊന്നും കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മണ്ണും പിന്നെ കൊക്കോപ്പീറ്റിലാണ് മൊത്തം ഞാൻ നട്ടിരിക്കണേ. അപ്പോൾ അതൊക്കെ ഇത് കാരണം എനിക്ക് വളമൊന്നും കാര്യമായിട്ടില്ലാത്ത
കാരണം ചെടികളൊക്കെ ഒരുമാതിരി ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് കുറച്ച് നാളായി. അപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് വാങ്ങിക്കാമെന്നൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ ചെടികളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് വരാനും തോന്നുന്നില്ല. പിന്നെ ഞാനും കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി. പക്ഷേ ഷൈച്ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വേഗം വന്നം എന്ന്. അത് കാരണം ഞാനും മനസ്സോടെ പോവാട്ടോ. പിന്നെ ചെടികളൊന്നും ഒരുപാട് നമുക്ക് വാങ്ങിച്ചു വയ്ക്കാൻ സ്ഥലവും ഇല്ല. ഇനി വാങ്ങിക്കാനാണെങ്കിൽ നല്ല വിലയുമാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര വിലയാട്ടോ ചെടികൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികമൊന്നും അങ്ങനെ വാങ്ങിക്കാറുമില്ല. അവിടെ നിന്ന് അങ്ങനെ മണ്ണ് വാങ്ങിച്ചിറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ തണ്ണിമത്തം വാങ്ങിച്ചു കേട്ടോ, വാട്ടർമെലൺ. അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ ഇതാ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ബിരിയാണി വാങ്ങിക്കാൻ വന്നതാണ്. മലബാർ ബിരിയാണി ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഈ ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞാൽ മലയാളീസിൻ്റെ കടയാട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബേക്കറിയാണ്, അവർ ആദ്യം തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കൊന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരെ വന്ന് ഒരു സംരംഭം ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ബിരിയാണിയും വാങ്ങിച്ചു. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണോ ചിക്കൻ റൈസോ അങ്ങനെ എന്തോ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വന്നേക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ബൈ.